everyone, so welcome back to our class. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ MS യൂണിവേഴ്സിറ്റിയിലെ MCOM ഫസ്റ്റ് സെമ്മിലെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ യൂണിറ്റ് 1 ആണ്. ഓക്കെ, സോ നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് ആണ്. എന്താ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണല്ലേ. ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാടല്ലേ, നമ്മൾ എന്താ എല്ലാവർക്കും നമുക്ക് ഇവിടെയൊക്കെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ് ബാങ്ക് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ബാങ്കിൽ എന്തുണ്ട്, അക്കൗണ്ട് ഉണ്ട് അല്ലേ. നമ്മൾ എന്തിനാണ് ഒരു ബാങ്കിങ് സിസ്റ്റം നടത്തുന്നത്? ഇന്ന് എല്ലാ ബിസിനസ് ഫേംസിലും എന്തുണ്ട്, ബാങ്കിങ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് ബാങ്ക് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ സാലറി വരുന്നതായാലും നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പണം എടുക്കാനായാലും എന്തിനും നമ്മൾ ഇന്ന് ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണ്? ദാറ്റ് ഈസ് ബാങ്കിങ്ങിന് തന്നെയാണ് അല്ലേ. ഓക്കെ, സോ നമുക്ക് പറയാനുള്ളത് എന്താണ് ബാങ്കിങ് എന്നാണ്. ഹിയർ ബാങ്കിങ് റെഫേഴ്സ് ദ ഇൻഡസ്ട്രി പ്രാക്ടീസ് ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സർവീസ് പ്രൈമർലി വിത്ത് മാനേജ്മെന്റ് ഓഫ് മണി, ക്രെഡിറ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. സോ എന്താ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്. That is banking refers the industry and practice of providing financial service. Okay, അതായത് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സർവീസ് ആയിട്ട് കൂടുന്ന ഒന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ബാങ്കിങ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫണ്ട് ബിറ്റ്വീൻ ഫ്ലോ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ബിസിനസ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, നമ്മൾ ഏത് സെക്ടറിലായാലും അവിടെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ടേംസ് ഓഫ് ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ബാങ്കിങ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ സർവീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വല്ല മാനേജ്മെന്റ് മണി അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടോ നമ്മളെല്ലാവരും സമീപിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ എന്താണ് നോക്കാം, എന്തൊക്കെ കൺസെപ്റ്റുകളാണ് ബാങ്കിങ്ങിനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ കീ കൺസെപ്റ്റ് ഓഫ് ബാങ്കിങ് ആണ് പറയുന്നത്. ഒന്നെന്താണ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നതാണ് ലെൻഡിങ് മണി. ഓക്കെ, എന്താണ് ലെൻഡിങ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പണം വാങ്ങാം അല്ലെ. ദെൻ പേയ്മെന്റ് സർവീസ്, നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച്, നമുക്ക് എന്ത് ചെയ്യാം, വിദേശ നാണയങ്ങളിലേക്ക് മാറ്റാം അല്ലെ, ഫോറിൻ കറൻസി ആക്കി ചേഞ്ച് ചെയ്യാം. റിസ്ക് മാനേജ്മെന്റ് ഇതാക്കാം. ദാറ്റ് ഈസ് ഓൾസോ എ സെൻട്രൽ ബാങ്കിങ്. സോ ഇതാണ് നമുക്ക് ബാങ്കിങ്ങിലെ കീ കൺസെപ്റ്റുകളായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഏതൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, പേയ്മെന്റ് സർവീസ്, ഇൻവെസ്റ്റ്മെന്റ് സർവീസ്, ഫോറിൻ എക്സ്ചേഞ്ച്, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് സെൻട്രൽ ബാങ്കിങ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായില്ലേ എന്താണ് ബാങ്കിങ് എന്നൊക്കെ ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ബാങ്കിങ്. എന്തൊക്കെയാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ബാങ്കിങ്ങിൽ പറയുന്നത്? നമുക്കറിയാം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിങ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നത് പറയുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ് എന്ത്, ആൻഷ്യന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആൻഷ്യന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് 2000 BC പണ്ട് ഇപ്പൊ ഈ അമ്പലത്തിൽ അതേപോലെ അങ്ങനെയുള്ള ഈ കൊട്ടാരങ്ങളിലൊക്കെ ഇരുന്ന് എന്ത് ചെയ്യണത്, ഇവർക്ക് പണം ആവശ്യമാകുമ്പോൾ ഇവരെന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പണം വാങ്ങിയിരുന്നത് അല്ലേ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, ആൻഷ്യന്റ് ബാങ്കിങ് ആണ്. പിന്നീട് വന്നതാണ് എന്ത്, ആൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീക്ക് ആൻഡ് റോം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബാങ്കിങ് പ്രാക്ടീസിനാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ആൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മണി ലെൻഡേഴ്സ്, അതായത് മണി ലെൻഡേഴ്സ് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കുന്ന ആളുകൾ അല്ലേ. പൈസ നമ്മളിപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമല്ലോ, അതായത് നമ്മൾ ബ്ലേഡ് ഇതെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അതായത് പൈസ കൊടുക്കുന്ന ആളുകൾ മണി ലെൻഡേഴ്സ് ആണ് എന്ത് ചെയ്യണത്. പണ്ട് കാലത്ത് കുറച്ച് സിറ്റീസ് ആയിട്ടുള്ള ആഥൻസ് അതേപോലെ റോമന് ഇവരൊക്കെ എന്ത് ചെയ്യണത്, ഒരു ബാങ്കിങ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് ആയിട്ട് വന്നത്. ഓക്കെ, പിന്നീട് മാറി വന്ന ബാങ്കിങ് ആണ് എന്ത്, മെഡീവൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡീവൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഓഫ് ബാങ്കിങ് ആണ് എന്ത് പറയുന്നത്, മെഡീവൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അത് ഇറ്റാലിയൻ സിറ്റിയിലേക്കും അതുപോലെ എന്താണ് ഫ്രാൻസ്, അതുപോലെ എന്താ ഫ്ലോറൻസ്, വെനീസ്, ഓക്കെ, ഇതൊക്കെ പിന്നീട് എന്ത് ചെയ്യും, ഒരു ബാങ്കിങ് ഫിനാൻഷ്യൽ ഹബ്സ് ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാങ്കിങ് ആൻഡ് കൊമേഴ്സിന്റെ തുടക്കം കുറിച്ച് തന്നെ എന്താണ് ഈ ഒരു മെഡീവൽ ബാങ്കിങ് സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ, പിന്നീട് വന്ന ഒരു ബാങ്കിങ്ങിന്റെ ഇതാണ് എന്ത്, ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം എന്ന് പറയും. ഓക്കെ, ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1609 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബാങ്കിങ് സിസ്റ്റം ആണ് എന്ന് പറയും. നമ്മളിപ്പോ അത് അന്നത്തെ കാലം നമ്മൾ അതിന് പറഞ്ഞിരുന്ന മോഡേൺ ബാങ്ക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അതും എന്താണ്, ഒരു ഫുൾ സർവീസ് ബാങ്ക് ആയിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്ത ഒന്നായിരുന്നു. ഓക്കെ, പിന്നീട് അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് മാറി. പിന്നീടാണ് അതെന്ത് 18th and 19th സെഞ്ചുറി ടൈമിലേക്കായിട്ട് മാറിയത്. ഓക്കെ,
പിന്നെ അത് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതായത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൺട്രീസ് അഡോപ്റ്റ് ചെയ്ത ഒരു ഇതായിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ 19th സെഞ്ചുറിയിൽ. ഓക്കെ, അവർ എന്താണ്, ഇറ്റ് ഈസ് ലിങ്കിങ് ദയർ കറൻസി വിത്ത് സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ്. ഒരു ഗോൾഡ് വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരെന്ത് പണം കൊടുക്കുന്ന രീതിയിലേക്ക് പിന്നീട് മാറി. പിന്നീട് എന്ത് ചെയ്തു, അത് ഫെഡറൽ റിസർവ് സിസ്റ്റത്തിലേക്ക് മാറി. ഓക്കെ, ദാറ്റ് ഈസ് യുണൈറ്റഡ് സിസ്റ്റം ഓഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇതാണ് ഇത് ഫെഡറൽ റിസർവ് സിസ്റ്റം 1930 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടാണ് എന്ത് ചെയ്തത്, ഒരു സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം ആയിട്ട് മാറിയത്. ദെൻ പോസ്റ്റ് വേൾഡ് വാർ സിസ്റ്റം ആയിട്ട് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് അത് വന്നതാണ് ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 20th 21st സെഞ്ചുറിയിലാണ് എന്ത് നമ്മളെ ഡിജിറ്റൽ റെവല്യൂഷൻ ബാങ്കിങ്ങിൽ ആകമാനം വന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മളെ ബാങ്കിങ്ങിൽ ATM ആയിട്ടും അതുപോലെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ ഐഡിയാസ് എന്ത് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതാണ് എന്ത് പറയുന്നത്, ഒരു ബാങ്കിങ്ങിന്റെ ഇത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിങ്ങിൽ വന്ന കാര്യങ്ങളാണ്. ബാങ്കിങ്ങിൽ എന്തൊക്കെയാണ്, ആൻഷ്യന്റ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ ഒന്നുള്ളതാണ് എന്ത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ബാങ്കിങ്. പിന്നെ ഉള്ളതാണ് എന്ത് മെഡീവൽ ബാങ്കിങ്. പിന്നെ റീനൈസൻസ് പീരിയഡ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, 18th and 19th സെഞ്ചുറി, ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഫെഡറൽ റിസർവ് സിസ്റ്റം, പോസ്റ്റ് വേൾഡ് വാർ ആൻഡ് അറ്റ് ലാസ്റ്റ് ഡിജിറ്റൽ ബാങ്കിങ്. ഇങ്ങനെ ഒരുപാട് ബാങ്കിങ്ങിന്റെ ഒരുപാട് ബ്രീഫ് ഹിസ്റ്ററിയിലൂടെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ഇതിലുള്ള നമ്മൾ എന്ത് മോഡേൺ ആയിട്ടുള്ള ഡിജിറ്റൽ ബാങ്കിങ് വേൾഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാങ്കിങ്. ഓക്കെ, നമുക്കറിയുന്നുണ്ട് നമ്മളെ ബാങ്കിങ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അല്ലേ. അതായത് എന്താണ്, ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അതുപോലെ എന്താണ് കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ആയിട്ടുള്ളതും ഒരു കറക്റ്റ് എന്താണ് ഒരു റെഗുലേറ്ററി ഡെവലപ്മെന്റ് പോലും എന്ത് ചെയ്ത് ഇന്ന് പെട്ടെന്ന് എന്താണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, വൈഡ് റേഞ്ച് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണം, എനി ടൈം എനിവർ നമുക്ക് പറയാം അല്ലേ. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാം അല്ലേ. സോ ഇതിലൂടെ വന്ന ഒരു കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കസ്റ്റമർ ഷിഫ്റ്റ് ഇൻ ബാങ്കിങ്. ഓക്കെ, അതായത് നമ്മളൊരു കസ്റ്റമേഴ്സ്, അതായത് ഒരുപാട് ബാങ്കിങ്ങിന് ഒരുപാട് രീതിയിലുള്ള കസ്റ്റമേഴ്സ് വന്നു അല്ലേ. അത് എന്താണ്, ഒരുപാട് നല്ല രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അതേപോലെ അവരുടെ ഡെമോഗ്രാഫിക്സ് ചേഞ്ചിലൂടെയും അവരുടെ ട്രെൻഡ് തന്നെ മാറിപ്പോയി എന്നാണ് പറയുന്നത് അല്ലേ. കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ഏത് ഇതിനാണ് ചൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിജിറ്റൽ ചാനൽസ്. അതായത് ബാങ്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്യുന്നതിന് കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഡിജിറ്റൽ ചാനൽസിനെയാണ് എന്ത് ചെയ്യണേ അവർ നോക്കുന്നത്. ഓക്കെ, ഇനി ഇതിലൊരു വന്ന ഒരുപാട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്, ഫിൻടെക് ഓവർവ്യൂ എന്ന് പറയും. ഓക്കെ, ഫിൻടെക് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയണം. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഒരു ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജി ആണ്. ഓക്കെ, നമുക്ക് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വന്ന ഒരു ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജി ആണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫിൻടെക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഫിൻടെക്. ഫിൻടെക് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെക്നോളജീസ് ആണ്. അതിൽ എന്തുണ്ട്, AI പെടുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിന്, ഓക്കെ, ഡാറ്റ അനലിസ്റ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ്, ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇന്നത്തെ കാലത്ത് വന്ന ഒരുപാട് ബാങ്കിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതുതായിട്ട് വന്ന പ്രോഗ്രാമുകൾ കൂടിയതാണ് എന്ത് പറഞ്ഞ ഈ ഫിൻടെക് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിൻടെക്കിലൂടെ നേടിക്കൊടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ദാറ്റ് ഈസ് എന്താണ്, ഒരു കണ്ടിന്യൂഡ് ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി, ഡിജിറ്റൽ പേയ്മെന്റ് എവല്യൂഷൻ വന്നു, അതേപോലെ ക്രിപ്റ്റോ കറൻസീസ് ബ്ലോക്ക് ചെയിൻ വന്നു, നിയോ ബാങ്ക്സും ചലഞ്ചർ ബാങ്ക്സിന്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ എംബഡഡ് ഫിനാൻസ്, അതേപോലെ AI മെഷീൻ ലേണിംഗ്, ഇതെല്ലാം ഏതിലൂടെ വന്നതാണ്, ഫിൻടെക്കിന്റെ ഇതിലൂടെ വന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് വന്നതാണ് എന്ത്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, ത്രൂ ദ വൈഡ് സ്പ്രെഡ് ഓഫ് ദ അഡോപ്ഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. നമുക്കറിയുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താ ചെയ്യുന്നത്, ഡിജിറ്റലി ആണല്ലേ. നമ്മളെ ലോകം തന്നെ ആകെ മാറിയില്ലേ, ഡിജിറ്റൽ വേൾഡ് ആയില്ലേ. ഇന്ന് നമുക്ക് ഏത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നിപ്പോൾ ഒരു കറണ്ട് ബില്ല് അടക്കാനോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ എല്ലാം നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് എന്താണ് ആശ്രയിക്കുന്നത്, ഡിജിറ്റൽ വേൾഡിൽ ല്ലേ. നമ്മളെല്ലാവരും ഡിജിറ്റലി ഇതാക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് എന്തുണ്ട്, ഇന്ന് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസും പ്രൊഡക്ട്സും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ദ ന്യൂ എറ ഓഫ് ബാങ്കിങ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ന്യൂ എറ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹൗ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റ്, ഇന്ററാക്ട് ആൻഡ് കസ്റ്റമേഴ്സ് ആൻഡ് എംബ്രേസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഓക്കെ, ഇന്ന് ഒരുപാട് കാര്യത്തിൽ എന്തുണ്ട്, ഒരുപാട് പുതിയ സ്ട്രാറ്റജീസ് വന്നിട്ടുണ്ട്. ഓൺലൈനിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, മൊബൈൽ ചാനൽസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഒരുപാട് കൺവീനിയന്റ് ആയിട്ടുള്ള ബാങ്കിങ് എക്സ്പീരിയൻസ് തരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ പുതിയ, അതായത് നമ്മുടെ ബാങ്കിങ്ങിൽ ഒരു പുതിയ എറ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിങ്ങിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. എന്താണ് ബാങ്കിങ്, ബാങ്കിങ്ങിന്റെ എന്തൊക്കെ കീ കൺസെപ്റ്റുകളാണ് ബാങ്കിങ്ങിനുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് നമ്മളെ ബാങ്കിങ്ങിന്റെ ബ്രീഫ് ഹിസ്റ്ററി. ഓക്കെ, ബാങ്കിങ് എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ള ഏത് രീതിയിലൂടെയാണ്, ദെൻ നമുക്ക് ബാങ്കിങ്ങിലൂടെ നമുക്ക് വന്ന ഒരു ഇതാണ് എന്ത് ഫിൻടെക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വേൾഡിൽ, നമ്മളെ ഇന്നത്തെ ഒരു ന്യൂ റെവല്യൂഷൻ എറയിലുള്ള ഫിൻടെക് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ താങ്ക് യു.